നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഡയറക്ടറിനെ മഹേഷിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളോട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാം. എന്താണ് ഈ ഒരു മെറി ബോയ്സ് എന്നുള്ള ആ ഒരു നെയിമിൻ്റെ പിന്നിലുള്ള ആ ഉദ്ദേശം എന്താണ്? ഇത് ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്, രണ്ട് കൂട്ടർക്കുള്ള പടമാണ്. ഇത് പുതിയ കാലത്തെ ജെൻസി കിഡ്സിൻ്റെ പടമാണ്. പുതിയ കാലത്തെ റിലേഷൻഷിപ്പ്, ബ്രേക്കപ്സ്, എങ്ങനെ ഒരു പാച്ചപ്പ് ആവുന്നു, ഇങ്ങനെയുള്ള ഒരു റൈഡാണ്. ശരിക്കും ഒരു ഫൺ റൈഡാണ്. റോംകോം ആണ് നമ്മുടെ ജോൺറെ. അപ്പോൾ റോംകോമിൽ പോകുന്ന ഒരു ഫിലിമാണ് മെറി ബോയ്സ്. ഓക്കെ, ഈ മാജിക് ഫ്രെയിംസ് പോലുള്ള ഒരു വലിയ കമ്പനിക്ക് ഇഷ്ടംപോലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനൊക്കെ കിട്ടും. പക്ഷേ യു ആർ ലക്കി അല്ലേ? ഹൗ യു ഫീൽ? ഡെഫിനറ്റ്ലി. ലൈക്ക് അതാണ് ഇതിനകത്ത് ഉള്ള പ്രത്യേകത. ആക്ച്വലി ഈ സിനിമയിലൊരു ത്രൂ ഔട്ട് ആ സ്റ്റോറിക്കൊരു പുതുമയുണ്ട്. അത് കണ്ടിട്ടാണ് ലിസ്റ്റിന് ഈ പടത്തിലേക്ക് ഇന്നാവണമെന്നും മാജിക് ഫ്രെയിം പോലത്തെ ഒരു വലിയ ബാനർ വരണതും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാനും റൈറ്ററും കാസ്റ്റിങ്ങും ഡെഫിനറ്റ്ലി പുതിയ ടീമാണ്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടെക്നിക്കൽ ക്രൂ, ക്യാമറമാൻ ആവട്ടെ, ആർട്ട് ഡയറക്ടർ ആവട്ടെ, നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ആവട്ടെ, എല്ലാവരും ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ളവരാണ് ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു ഫണ്ണായിരിക്കും. ഒരു നല്ല പുതുമയുള്ള പുതിയ കാലത്തെ സിനിമയായിരിക്കും. പുതിയ കാലത്ത് നമ്മളൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ തോട്ട് എന്താണെന്ന്, അവരുടെ ചിന്ത എന്താണെന്ന്, അതെല്ലാം ഈ സിനിമയിലുണ്ട്. പിള്ളേരുടെ റിലേഷൻഷിപ്സാണ് കൂടുതലായിട്ട് ഞങ്ങൾ നമ്മുടെ പടത്തിൻ്റെ കോർ ഏരിയ എന്ന് പറഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്സ് തന്നെയാണ്. കോളേജ് മൂവി ആണോ? കോളേജ് മൂവിയും കൂടിയാണ്. കോളേജ് കാലഘട്ടമുണ്ട്, IT ലൈഫുണ്ട്. അപ്പം അങ്ങനെ ത്രൂ ഔട്ട് ഒരു ഫൺ റൈഡാണ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്.